ഈ കക്ഷത്തിരിക്കുന്ന താഴെയും പോരുത് ഉത്തരത്തിരിക്കുന്നത് കിട്ടുകയും വേണം എന്നൊരവസ്ഥയില്ലേ, അതുതന്നെ. ഇത് എല്ലാവരുടെയും കാര്യമല്ല, ചില ആണുങ്ങൾ ചെയ്യുന്ന പരിപാടിയാണ്. ഈ ഒരു പരിപാടി ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി ഇപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയും റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ്. നമ്മളൊക്കെയും യൂട്യൂബിൽ ഒരു പെൺകുട്ടി എങ്ങനെ വളയ്ക്കാം, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എങ്ങനെ ഇമ്പ്രസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് യൂട്യൂബ് ചാനലൊക്കെ സെർച്ച് ചെയ്യുന്ന ആൾക്കാരാണ്, യൂട്യൂബ് വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരാണ്. അതുപോലത്തെ യൂട്യൂബ് വീഡിയോസിലൊക്കെ പറയുന്ന ഡാർക്ക് സൈക്കോളജിക്കലായിട്ടുള്ള ഒരു മെയിൻ സംഭവമുണ്ട്. നിങ്ങൾ അവരെ അവോയ്ഡ് ചെയ്യുക, അവോയ്ഡ് ഹെയർ. നിങ്ങൾ അവരെ അവോയ്ഡ് ചെയ്താൽ അവർ പിന്നാലെ വരും. സൈക്കോളജിക്കലി ഇതൊരു ഫാക്റ്റാണ്, എന്ന് വെച്ചാൽ സത്യമാണ്. ചില പെൺകുട്ടികൾക്ക് അവോയ്ഡ്നെസ് എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് ടോളറേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ സൈക്കോളജി എല്ലാവർക്കൊന്നും വർക്കാവില്ല. റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു 10 യൂട്യൂബ് വീഡിയോസ് നിങ്ങൾ കണ്ടാൽ ആ 10 യൂട്യൂബ് വീഡിയോസിലും മെയിനായിട്ട് പറയുന്ന കാര്യമായിരിക്കും അവളെ അവഗണിക്കുക. അവളെ അവഗണിച്ചാൽ അവൾ നിങ്ങളുടെ പുറകെ വരും എന്നുള്ളത്. ഒരു പരീക്ഷണത്തിൻ്റെ പേരിൽ നിങ്ങളിൽ പലരും ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു സൈക്കോളജി വർക്കായിട്ടുണ്ടെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എന്നാൽ ഭൂരിഭാഗം പേർക്കും ഇത് വർക്കായിട്ടുണ്ടാവില്ല. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, നിങ്ങൾ ഇനിയിപ്പോൾ ഏത് ഡാർക്ക് സൈക്കോളജി യൂസ് ചെയ്യണമെങ്കിലും അത് നിങ്ങളുടെ ക്രഷിൽ വർക്കാകണമെങ്കിൽ ആ ക്രഷിന്, ആ പെൺകുട്ടിക്ക് നിങ്ങളോടൊരു താല്പര്യം തോന്നണം. നിങ്ങളോടൊരു താല്പര്യം തോന്നാത്ത പക്ഷം നിങ്ങളിനിയിപ്പോൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അതിനൊരു പ്രയോജനം കാണത്തില്ല. നിങ്ങളുടെ ക്രഷ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ അവോയ്ഡ് ചെയ്യുന്നതിലൂടെ 2 പർപ്പസുകളാണുള്ളത്. അതിലൊന്നാമത് വരുന്നത് നിങ്ങളുടെ സുപ്പീരിയോറിറ്റി ആ പെൺകുട്ടിക്ക് മുന്നിൽ കാണിക്കുക എന്നുള്ളത്. പിന്നെ രണ്ടാമത്തേത് അവളെ ഇമ്പ്രസ് ചെയ്യുക എന്നുള്ളത്. ഭൂരിഭാഗം ആൾക്കാരുടെയും വിചാരം ഇത് തന്നെയാണ്. നമ്മളോടിപ്പോൾ നല്ല രീതിയിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കാൻ വരുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ സുപ്പീരിയോറിറ്റി കളയാതെ വളയ്ക്കണം അല്ലെങ്കിൽ അങ്ങനെ ഇമ്പ്രസ് ചെയ്യണമെന്ന് തോന്നലുണ്ടാകുമ്പോഴാണ് നിങ്ങൾ അവരെ അവോയ്ഡ് ചെയ്തു തുടങ്ങുന്നത്. അതും ഒരു കാര്യവുമില്ലാത്ത അവോയ്ഡ്. എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ കുറേ സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണും ഒരു പെൺകുട്ടി തേച്ചിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഇട്ടിട്ട് പോകുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യമുണ്ട്, വില കളയാതെ ഒരു പെൺകുട്ടിയെ എങ്ങനെ വളയ്ക്കാം എന്നുള്ളത്. അതിൻ്റെ ആദ്യപടിയായിട്ട് ചിലർ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ അവോയ്ഡിങ്. പക്ഷേ ഇത് പേരിന് മാത്രമായിരിക്കും. അവർ ആ പെൺകുട്ടി അവോയ്ഡ് ചെയ്താലും ആ പെൺകുട്ടിയുമായിട്ട് ബന്ധമുള്ള പലരോടും അവരെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടാവും. ഈ കക്ഷത്തിരിക്കുന്ന താഴെയും പോരുത് ഉത്തരത്തിരിക്കുന്നത് കിട്ടുകയും വേണം എന്നൊരവസ്ഥയില്ലേ, അതുതന്നെ. ഇത് എല്ലാവരുടെയും കാര്യമല്ല, ചില മെൻസ്, ചില ആണുങ്ങൾ ചെയ്യുന്ന പരിപാടിയാണിത്. ഈ ഒരു പരിപാടി ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി ഇപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യുക. കാരണം ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഇത്രയും ജാട കാണിച്ച് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ ഒരു വില കാണിക്കാൻ വേണ്ടി ഈ ചെയ്യുന്ന പരിപാടി സത്യത്തിൽ വെറുതെയാണ്. നിങ്ങളുടെ വില വെച്ച് നിങ്ങൾക്കൊരു പെൺകുട്ടിയെ ഇമ്പ്രസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവഗണന നല്ലൊരു ടൂൾ തന്നെയാണ്. പക്ഷേ ഈ അവഗണന അല്ലെങ്കിൽ അവോയ്ഡ്നെസ് അത് കൃത്യമായി എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു പെൺകുട്ടിയെ എങ്ങനെ അവോയ്ഡ് ചെയ്ത് വീഴ്ത്താമെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അത് കാണാൻ വേണ്ടി എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വെറുതെ ഒരു പെൺകുട്ടി ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടി ചുമ്മാ അവളെ അവഗണിച്ചാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. ഏതെങ്കിലും യൂട്യൂബ് വീഡിയോസ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഒന്നും മിണ്ടാതെ അവളെ അങ്ങ് അവഗണിച്ചാൽ അവൾ ശ്രദ്ധിക്കും, അവൾ വന്ന് മിണ്ടും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ. അതൊക്കെ വെറുതെയാണ്. ഈ സൈക്കോളജി വർക്ക് ചെയ്യാൻ അതിൻ്റേതായ ചില രീതികളും വഴികളും ട്രിക്കുകളുമുണ്ട്. അതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഒരു പെൺകുട്ടിയെ നിങ്ങളുടെ വില കളയാതെ തന്നെ, അവളെ അവഗണിച്ചുകൊണ്ട് തന്നെ എങ്ങനെ അവളെ ഇമ്പ്രസ് ചെയ്യിക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം.